നമസ്കാരം. അമേരിക്കയിലെ ആഡംബര ജീവിതം, കൈനിറയെ ശമ്പളം, ഉന്നത ജോലി. ഏതൊരു പ്രവാസിയും സ്വപ്നം കാണുന്ന ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ നിന്നും ആ സഹോദരിമാർ മരണത്തിന്റെ ആഴങ്ങളിലേക്ക് നടന്നുപോയ വാർത്ത പ്രവാസ ലോകത്തെയും കേരളത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. കന്യാകുമാരിയിലെ തിരമാലകൾക്കിടയിൽ ജീവനറ്റ നിലയിൽ കണ്ടെത്തിയ കിടങ്ങൂർ സ്വദേശികളായ ആനി ഫിലിപ്പിന്റെയും മീര ഫിലിപ്പിന്റെയും മരണം 2 ദിനങ്ങൾ പിന്നിടുമ്പോഴും ദുരൂഹതകളും വേദനയും ബാക്കിയാക്കുകയാണ്. അമേരിക്കയിലെ ടെക്സാസിലെ ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കിയവരായിരുന്നു എക്സ്റേ ടെക്നീഷ്യനായ ആനിയും എഞ്ചിനീയറായ മീരയും. അവധിക്കാലത്ത് നാട്ടിലെത്തിയവർ രാമേശ്വരവും മധുരയും സന്ദർശിച്ച ശേഷമാണ് ഏപ്രിൽ 26-ന് കന്യാകുമാരിയിലെത്തിയത്. എന്നാൽ അന്ന് വൈകിട്ട് ലോഡ്ജിൽ നിന്നും പുറത്തിറങ്ങിയ ഇരുവരും പിന്നീട് തിരികെ എത്തിയില്ല. വാട്സപ്പിലൂടെ മാതാപിതാക്കൾക്കും സഹോദരിക്കും അയച്ച അവസാന സന്ദേശങ്ങളാണ് ഈ മരണത്തിലെ ആന്തരിക സംഘർഷങ്ങളിലേക്ക് വിരൽ ചൂടുന്നത്. ഞങ്ങളെ തിരയേണ്ടതില്ല എന്ന സന്ദേശം കണ്ട് വീട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചുവെങ്കിലും നിമിഷങ്ങൾക്കകം വാവുതുറയിലെ കടൽപാതയിലൂടെ അവർ മരണത്തിലേക്ക് നടന്നു നീങ്ങുന്ന CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. വ്യാഴാഴ്ച രാവിലെ മത്സ്യത്തൊഴിലാളികളായിരുന്നു കടൽഭിത്തികൾക്കിടയിൽ കുടുങ്ങിയ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഈ ദാരുണമായ അന്ത്യം ലോകത്തോട് പറയുന്നത് ഒരു വലിയ സത്യമാണ്. അമേരിക്കയിലെ സുരക്ഷിതമായ ജീവിതമോ ഉയർന്ന പദവിയോ ഒരാൾക്ക് ആന്തരിക സമാധാനം നൽകണമെന്നില്ല. ഭൗതിക നേട്ടങ്ങൾക്കിടയിലും മനുഷ്യർ നേരിടുന്ന ഏകാന്തതയും മാനസിക സമ്മർദ്ദങ്ങളും എത്രത്തോളം ഭീകരമാണെന്ന് ഈ സഹോദരിമാരുടെ വേർപാട് അടിവരയിടുന്നു. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം, പക്ഷെ മരണം ഒരു പരിഹാരമല്ല. തുറന്ന് സംസാരിക്കാൻ ഒരാളുണ്ടെങ്കിൽ, കേൾക്കാൻ ഒരു കാതുണ്ടെങ്കിൽ മാറിപ്പോകുമായിരുന്ന ഒരു തീരുമാനമാകാം ഇത്. ജീവിതം പോരാടാനുള്ളതാണ്, തോറ്റുകൊടുക്കാനുള്ളതല്ല. ഓർക്കുക, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഈ ദുരന്തം നൽകുന്ന പാഠം ഉൾക്കൊണ്ട് നമുക്ക് ചുറ്റുമുള്ളവരുടെ മനസ്സുകൂടി വായിക്കാൻ ശ്രമിക്കാം. കന്യാകുമാരി മരിച്ച സഹോദരിമാരുടെ അന്ത്യനിമിഷങ്ങളെ ആത്മസംയമനവും ആസൂത്രിതമായ നീക്കങ്ങളും പോലീസിനെ പോലും അമ്പരപ്പിക്കുന്നുണ്ട്. വിദേശത്തെ സുഖസൗകര്യങ്ങൾക്കിടയിലും ഉന്നത വിദ്യാസമ്പന്നരായ ഇവർ അനുഭവിക്കേണ്ടി വന്ന കടുത്ത മാനസിക സമ്മർദ്ദങ്ങളും ഒറ്റപ്പെടുത്തലുമാണ് ഈ ദുരന്തത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ പൗരത്വമുള്ള മികച്ച സാമ്പത്തിക ഭദ്രതയുള്ള 2 യുവതികൾ എന്തിനാണ് തങ്ങളുടെ അന്ത്യത്തിനായി കേരളത്തിലെ കന്യാകുമാരി തീരം തന്നെ തിരഞ്ഞെടുത്തത്? കുടുംബാംഗങ്ങൾ നൽകുന്ന മൊഴികൾ അനുസരിച്ച് ചില കുടുംബ പ്രശ്നങ്ങൾ ഇവരെ മാനസികമായി തളർത്തിയിരുന്നു. പക്ഷേ ആ പ്രശ്നങ്ങൾ ഇത്രത്തോളം ഗുരുതരമായിരുന്നുവെന്ന് തിരിച്ചറിയുവാൻ ആർക്കും കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. മരിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചവർക്ക് പോലും ക്ഷേത്ര സന്ദർശനങ്ങളുടെയും ആത്മീയ യാത്രകളുടെയും മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് മാനസിക സമ്മർദ്ദം വളർന്നിരുന്നു. നിലവിൽ കന്യാകുമാരി ഡിവൈഎസ്പി ജയചന്ദ്രന്റെ നേതൃത്വത്തിലാണ് കന്യാകുമാരി പോലീസ് ഈ അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. മരണത്തിന് പിന്നിൽ മറ്റ് അസ്വാഭാവിക കാരണങ്ങളോ പ്രേരണകളോ ഒക്കെ ഉണ്ടോ എന്ന് കണ്ടെത്തുവാൻ സഹോദരിമാരുടെ ഫോൺ രേഖകളും വാട്സ്ആപ്പ് ചാറ്റുകളും വിശദമായി പരിശോധിച്ചു വരികയാണ്. അമേരിക്കയിലെ ഇവരുടെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ചും ജോലിസ്ഥലത്തെ സമ്മർദ്ദങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുവാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. പ്രവാസ ലോകത്ത് നാം കാണുന്ന തിളക്കമുള്ള ജീവിതങ്ങൾക്കിടയിൽ ആരും കാണാതെ പോകുന്ന ചില കറുത്ത നിഴലുകളുണ്ട്. പണവും പദവിയും സമാധാനവും നൽകില്ലെന്ന ഈ സഹോദരിമാരുടെ ജീവിത പാഠം ഓരോ മലയാളി കുടുംബവും ഗൗരവമായി ചിന്തിക്കേണ്ട ഒന്നാണ്. ഒരു നിമിഷം മനസ്സ് തുറന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കിടങ്ങൂരിലെ ആ വീട്ടിൽ ഈ വിലാപം ഉയരില്ലായിരുന്നു. ഹോട്ടൽ മുറിയിൽ നിന്ന് പോലീസ് ഒരു മൊബൈൽ ഫോൺ കണ്ടെടുത്തു. ഇതിൽ നിന്നും തങ്ങളുടെ മാതാപിതാക്കൾക്കും ലണ്ടനിലുള്ള സഹോദരി എലിസബത്തിനും അയച്ച ഇമെയിൽ സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ സന്തോഷത്തോടെ പോകുന്നു, മാന്യമായി വളർത്തിയതിന് നന്ദി, മാപ്പ് ചോദിക്കുന്നുവെന്നതായിരുന്നു ആ സന്ദേശത്തിന്റെ ഉള്ളടക്കം. അമേരിക്കയിലെ തങ്ങളുടെ എല്ലാ കാര്യങ്ങളും, അതായത് ബാങ്ക് ജോലി സംബന്ധമായവ കൃത്യമായി ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും അതിനെക്കുറിച്ച് ആരും ആകുലപ്പെടേണ്ടതില്ലെന്നും സന്ദേശത്തിൽ പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളെ കന്യാകുമാരിയിൽ തന്നെ ദഹിപ്പിക്കണമെന്നും ചിതാഭസ്മം അവിടെ തന്നെ കടലിൽ ഒഴുക്കണമെന്നുമാണ് സഹോദരിമാർ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടത്. ഏപ്രിൽ 26-ന് ഇരുവരും 2 പ്ലാസ്റ്റിക് ബാഗുകളുമായി വാവുതുറ കടൽപാതയിലൂടെ സാവധാനം നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചിട്ടുള്ളത്. ഇതിനുശേഷം ഇവർ ഹോട്ടലിലേക്ക് തിരികെ എത്തിയിട്ടില്ല. ഇവർ ഉപയോഗിച്ചിരുന്ന മറ്റൊരു മൊബൈൽ ഫോൺ കടലിലേക്ക് എറിഞ്ഞതായും പോലീസ് സംശയിക്കുന്നു. അത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നാഗർകോവിൽ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. മുങ്ങി മരണമെന്നാണ് പ്രാഥമിക സ്ഥിരീകരണം. അമേരിക്കയിൽ നിന്ന് ഇവർ നാട്ടിലേക്ക് തിരിച്ചത് തന്നെ ഭാരപ്പെട്ട മനസ്സോടെയാണെന്നും ആരും തങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിക്കരുതെന്ന് മുൻപേ സഹോദരിക്ക് സന്ദേശം അയച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസിന്റെ കണ്ടെത്തലുകൾ പ്രകാരം ഇതൊരു പെട്ടെന്നുണ്ടായ തീരുമാനമായിരുന്നില്ല. അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ തന്നെ ഇരുവരും മടങ്ങി പോരില്ല എന്ന് ഉറപ്പിച്ചിരുന്നതായി തന്നെ കരുതപ്പെടുന്നു. അമേരിക്കയിലെ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ, ഇൻഷുറൻസ്, മറ്റ് ഔദ്യോഗിക രേഖകൾ എന്നിവ കൈകാര്യം ചെയ്യാനുള്ള അനുവാദം മുൻകൂട്ടി തന്നെ ബന്ധുക്കൾക്ക് നൽകിയിരുന്നതായും സൂചനയുണ്ട്.
നാട്ടിലെത്തിയ ശേഷം മാതാപിതാക്കളോടും കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന് പകരം തമിഴ്നാട്ടിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ഇവർ പോയത് മനസ്സിനെ പാകപ്പെടുത്താനാണെന്ന് പോലീസ് കരുതുന്നു. ഇരുവരുടെ വസ്ത്രങ്ങളും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖകൾ തങ്ങളുടെ ബാഗിൽ കരുതിയാണ് ഇവർ പുറത്തേക്ക് പോയത്. പോലീസ് കണ്ടെടുത്ത കുറിപ്പുകളിൽ തങ്ങളുടെ മരണത്തിൽ മറ്റാർക്കും ഉത്തരവാദികളല്ല എന്ന തരത്തിലാണ് ഇവർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. ജീവിതം മതിയാക്കുന്നു എന്നതിലുപരി ഒന്നിനോടും ഇനി താല്പര്യമില്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഇവരെന്ന പോലീസ് കരുതുകയാണ്. ഇരുവരും തമ്മിൽ അഗാധമായ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരാളില്ലാതെ ജീവിക്കാൻ മറ്റൊരാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. അമേരിക്കയിലെ ജോലിസ്ഥലത്തോ ജീവിതത്തിലോ ഇവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി മാതാപിതാക്കൾക്ക് അറിവില്ല. പക്ഷേ കുറച്ചു കാലങ്ങളായി ഇവർ ഉൾവലിഞ്ഞു നിൽക്കുന്ന സ്വഭാവം കാണിച്ചിരുന്നതായി ബന്ധുക്കൾ സൂചിപ്പിക്കുന്നു. ഏപ്രിൽ 26 ഉച്ചയ്ക്ക് ശേഷം ഇരുവരും ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തു. ലോഡ്ജിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലിയ ബാഗുകൾ ഒന്നും തന്നെ കരുതിയിരുന്നില്ല എന്നത് ഇവർ മടങ്ങി വരില്ലെന്ന് ഉറപ്പിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ്. പോലീസിന് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ ഇവർ വളരെ ശാന്തരായി നടന്നു പോകുന്നത് കാണാം. ഇത് ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരുടെ പരിഭ്രമമൊന്നും അവരിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയ വാവുതര ഭാഗം വിനോദസഞ്ചാരികൾ സാധാരണ പോകാത്ത പാറക്കെട്ടുകൾ നിറഞ്ഞ അപകടം പിടിച്ച മേഖലയാണ്. ഉയർന്ന തിരമാലകളുള്ള ഈ ഭാഗം തിരഞ്ഞെടുത്തത് കടലിലേക്ക് ചാടിയാൽ രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് ഉറപ്പുവരുത്താനെന്നാണ് പോലീസ് സംശയം. സഹോദരി എലിസബത്തിന് അയച്ച സന്ദേശത്തിൽ, ഞങ്ങളുടെ ഈ തീരുമാനം നിന്നെ മാതാപിതാക്കളെ വേദനിപ്പിക്കുമെന്നറിയാം, പക്ഷേ ഞങ്ങൾക്ക് മറ്റൊരു വഴിയില്ല എന്ന് അവർ കുറിച്ചിരുന്നു. മാതാപിതാക്കൾക്ക് ഈ പ്രായത്തിൽ തങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ വേദന ഇതാണെന്ന് ബോധ്യമുണ്ടായിരുന്നിട്ടും അവർ ഈ കടുങ്കൈ ചെയ്തുവെന്നത് അവരുടെ മാനസിക സംഘർഷം എത്രത്തോളം വലുതായിരുന്നുവെന്നാണ് കാണിക്കുന്നത്. ഈ സംഭവം അമേരിക്കയിലെ മലയാളി കമ്മ്യൂണിറ്റികൾക്കിടയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. ജോലിയും പണവും ഉണ്ടെങ്കിൽ പ്രവാസികൾ അനുഭവിക്കുന്ന ലോൺലെസ് അഥവാ ഏകാന്തതയെക്കുറിച്ച് പല പ്രവാസി സംഘടനകളും അനുശോചന കുറിപ്പുകളിൽ സൂചിപ്പിക്കുന്നു. കിടങ്ങൂർ സൗത്ത് ചന്തക്കവലയിലെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സഹോദരിമാർ മാതൃകകളായിരുന്നു. നല്ല നിലയിൽ പഠിച്ച വിദേശത്ത് ഉയർന്ന ജോലി നേടിയ മക്കൾ ഇത്തരത്തിലൊരു ദുരന്ത വാർത്തയുമായി വരുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അയൽവാസികൾക്കും ബന്ധുക്കൾക്കും ഇപ്പോഴും ഇതൊരു ഉൾക്കൊള്ളാനാകാത്ത സത്യമായിട്ടാണ് അവശേഷിക്കുന്നത്. അമേരിക്കയിലെ ആകാശത്തേക്കാൾ കന്യാകുമാരിയിലെ ആഴക്കടലിന് ശാന്തിയുണ്ടെന്ന് കരുതിയ ഈ സഹോദരിമാർ ഇന്ന് നാടിന്റെ നൊമ്പരമാണ്. വീടുകളിൽ നിന്ന് മക്കൾ അകലുമ്പോൾ അവർക്ക് പറയാനുള്ളത് കേൾക്കുവാൻ നമുക്ക് സമയമില്ലാതെ പോകുന്നുണ്ടോ എന്ന് ഈ മരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു നിമിഷത്തെ എടുത്തുചാട്ടം കൊണ്ട് ഉണ്ടായതല്ല, കൃത്യമായി പ്ലാൻ ചെയ്ത മാസങ്ങളോളം മനസ്സിൽ കൊണ്ടു നടന്ന ഒരു തീരുമാനമായിരുന്നുവെന്ന പോലീസ് കണ്ടെത്തലുകൾ വിരൽ ചൂണ്ടുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് മരിക്കുക എന്നതിലുപരി ശാന്തമായി ഇല്ലാതാവുക എന്ന മാനസിക അവസ്ഥയിലേക്ക് തന്നെ അവർ എത്തുകയായിരുന്നു. അമേരിക്കയിലെ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്തതും രേഖകൾ ബന്ധുക്കൾക്ക് കൈമാറിയതും അവർ മടക്കയാത്ര ഉദ്ദേശിച്ചിരുന്നില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ്. മധുരയിലെയും രാമേശ്വരത്തെയും ക്ഷേത്രങ്ങളിലൂടെ അവർ നടത്തിയ യാത്ര ഒരുപക്ഷെ ഒരു മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാകാം. ആത്മീയമായ വഴിയിലൂടെ മനസ്സിനെ പാകപ്പെടുത്തി ഒടുവിൽ കന്യാകുമാരിയുടെ കടൽത്തീരത്തെത്തുമ്പോൾ അവിടെയുള്ള പാറക്കെട്ടുകൾക്കിടയിൽ അവർ കണ്ടത് ജീവിതത്തിന്റെ അന്ത്യമല്ല, മറിച്ച് എല്ലാ വേദനകളിൽ നിന്നുമുള്ള മോചനമായിരുന്നു. സഹോദരങ്ങളെ മനസ്സിന്റെ വാതിലുകൾ അടച്ചിടുന്നത് അപകടമാണ്. പണവും പദവിയും ഉള്ളപ്പോഴും ഒരാൾക്ക് ഏകാന്തത അനുഭവപ്പെടാം. 32ഉം 35ഉം വയസ്സുള്ള 2 യുവതികൾ ഒരുമിച്ച് ഈ തീരുമാനമെടുത്തു എന്നത് ലോകത്തെ തന്നെ മലയാളി സമൂഹത്തിന് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ്. നിങ്ങളെ കേൾക്കാൻ ഒരാളുണ്ട് എന്ന് തിരിച്ചറിയുക. സഹായം തേടാൻ ഒരിക്കലും മടിക്കരുത്.